കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയുടെ കൂടുതൽ അഴിമതി കഥകൾ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വലിയ തോതിൽ അതിന് വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഗീത IASന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൃത്യമായ ആസൂത്രിത നീക്കം ദിവ്യ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം പരസ്യമാവുകയാണ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെ പരസ്യമായി അദ്ദേഹത്തിനെ അപമാനിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPMന്റെ നേതാവായ പി ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് വിളിച്ചത്, ഏതൊക്കെ രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട ആസൂത്രിത ശ്രമം നടത്തിയതെന്ന കോൾ റെക്കോർഡ് അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം പുറത്തു വിട്ടിരിക്കുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നുള്ളതും, അതുപോലെ തന്നെ പെട്രോൾ പമ്പിന് NOC കൊടുത്തത് എതിർപ്പില്ല സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ കാലതാമസം വരുത്തിയിട്ടില്ല എന്നുള്ളതും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഇതോടുകൂടി ഗീത IAS നടത്തിയ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് 5 മാസത്തോളം പൂഴ്ത്തിവെച്ച സർക്കാരിൻ്റെ വിഫല ശ്രമമാണ് ഇതിനോടകം തന്നെ ഈ CPIMന്റെ സംസ്ഥാനതല സമ്മേളനം നടക്കുമ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് നോക്കൂ, സംസ്ഥാനത്ത് കാണിക്കുന്ന കോലാഹലങ്ങൾ. CPIMന്റെ അരിംകൊലയ്ക്ക് ഇരയായ ആളുകളുടെ കൂട്ടത്തിൽ, അതായത് CPIM വാചകമടിച്ച്, അതായത് വെറും ഭീഷണി മാത്രം മുഴക്കിക്കൊണ്ട് എത്രയോ ആളുകളെ സ്വൈര ജീവിതം തല്ലിക്കെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമല്ലേ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ ദിവ്യ യാദൃച്ഛികമായി വന്നതാണ് എന്നുള്ളതായിരുന്നു നേരത്തെ അഡ്വക്കേറ്റ് വിശ്വൻ അവർക്ക് വേണ്ടി ഹാജരായപ്പോൾ കോടതിയിൽ നടത്തിയ വാദം. ഈ വാദമെല്ലാം തള്ളുന്നതാണ് റിപ്പോർട്ടിലെ മൊഴികൾ. ദിവ്യ വീണ്ടും അറസ്റ്റിലാകും എന്നുള്ളത് വ്യക്തമാണ്. അതായത് ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അവർ കൊലപാതകമാണ് ചെയ്തത്, അവർ ഉൾപ്പെടെയുള്ള ഒരു സംഘം, മാഫിയ സംഘം അറിഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ വകവരുത്തിയതാണ് എന്നതായിരുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ കൃത്യമായും ഉന്നയിച്ചത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി വരെ സമർപ്പിച്ചതാണ്. എന്നാൽ ആ ഹർജിക്കെതിരെയുള്ള മറുവാദം ഉൾപ്പെടെ ദിവ്യയുടെ അഭിഭാഷകൻ നടത്തുകയുണ്ടായി. ദിവ്യ മനഃപൂർവ്വമായി അപമാനിക്കാൻ വേണ്ടി ആ ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കോൾ റെക്കോർഡ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനാണെങ്കിൽ ഇതല്ല ഉചിതമായ സമയമെന്ന് കളക്ടർ പറഞ്ഞിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കളക്ടർ അരുൺ K. വിജയൻ സുഖലോലുപനായി പുറത്തു തന്നെയുണ്ട്. അദ്ദേഹത്തിനെ കുടുക്കാൻ, അദ്ദേഹത്തിനെതിരെയുള്ള നിരവധിയായ തെളിവുകൾ അതും സംസ്ഥാന സർക്കാർ മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നുള്ള വാദഗതിയും പുറത്തു വരികയാണ്.